സർ, പലപ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അറിയാം ആരെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ പ്ലേസുകളിൽ ഇരുത്തണമെന്നുള്ളത്. അവസാനമായിട്ട് വന്ന ശ്രീമതി ടീച്ചറിനെ പുറത്താക്കിയത് ഉൾപ്പെടെ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാനൊരു പിക്ചർ കണ്ട് അതിശയപ്പെട്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു അവലോകന സമ്മേളനത്തിൽ, ഒരു യോഗത്തിൽ, ചായ സൽക്കാരത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് കൊച്ചുമോൻ ഉൾപ്പെടെ ഒരു കുടുംബത്തെയാണ് ഞാൻ കണ്ടത്. ഇത്രയേറെ ഒരു വലിയ പ്രധാന ചർച്ചകളിലൊക്കെ ഇരിക്കേണ്ടുന്ന സ്ഥാനത്താണോ ഇവരെയൊക്കെ ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ഇറാൻ സിനിമയിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല. ആ സിനിമയിൽ കണ്ട ഒരു രംഗം, ഇറാനിലെ ഭരണാധികാരി ഒരു പൊതു ചടങ്ങിലിരിക്കുന്നു. അത് വൈകുന്നേരമാണ്. അതൊരു വലിയ ഗ്യാലറിയിലാണ് അങ്ങനെ ഇരിക്കുന്നത്, ആ പൊതു ചടങ്ങ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും കൂടെ ഉണ്ട് ആ വേദിയിൽ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ലൈറ്റെല്ലാം, ഈ വൈകുന്നേരമാണ്, ലൈറ്റ് എല്ലായിടത്തും, നഗരം മുഴുവൻ ലൈറ്റ് കത്തിക്കിടക്കുന്ന കാഴ്ചയൊക്കെ കാണും. അപ്പോൾ ഈ കൊച്ചുമകൻ ഈ അപ്പൂപ്പനോട് പറയുകയാണ്, നമ്മുടെ രാജ്യത്ത് ഈ ലൈറ്റെല്ലാം ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഓഫ് ചെയ്യും. ഉടനെ ഈ അപ്പൂപ്പൻ അത് അനുസരിച്ചു. പിന്നെ ആ ലൈറ്റ് പോയ സമയത്തുള്ള സംഭവങ്ങളാണ് അവിടെ സിനിമയിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ കൊച്ചു പയ്യന് പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ കാരണഭൂതൻ അപ്പൂപ്പൻ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പിള്ളേരുടെ കാലമാണ്, അല്ലേ? ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് എന്താ, ഇത് കുട്ടിക്കളിയോ? പിന്നെ കേരളത്തിന് മുഴുവൻ അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം. അത് മാത്രമല്ല സാർ, ഇപ്പം LDF സർക്കാരിന് ഒരു നിലപാടുണ്ട്. ഇപ്പം CPI തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ പേരിലുള്ള എന്തെങ്കിലും ഞങ്ങൾ അത് ഏറ്റെടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും, തെറ്റിൻ്റെ ഭാഗത്ത് പോലും നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിൽക്കില്ല എന്നുള്ള LDFൻ്റെ നിലപാടുണ്ടായിരുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ ഈ ഒരു അവലോകനത്തിൽ, ഈ ഒരു സമ്മേളനത്തിൽ മറ്റുള്ള അതിഥേയരായിട്ട് വന്ന നിരവധി പ്രമുഖരുണ്ട്, നിരവധി IT മേഖലകൾ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളുണ്ട്. അവരുടെ ഇടയിൽ ഇപ്പോൾ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മകൾ ഉൾപ്പെടെയാണ് ഇരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങിന് 2-ാം തീയതി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു അവലോകന യോഗമാണ്. ആ അവലോകന യോഗത്തിലാണ് പിണറായിയുടെ ഭാര്യ, മകൾ വീണ ഒരു കേസിൽ കുരുങ്ങി കിടക്കുകയാണ്. ഒരു പ്രതി എന്ന് പറയാം. കൊച്ചുമകൻ, ഈ കൊച്ചുമകൻ ഒരു കസേരയൊക്കെ കൊടുത്തങ്ങ് ഇരുത്തി ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ദാസ്യവൃത്തിയോടുകൂടി ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അല്ല, ഇതെന്ത് കുട്ടിക്കളിയോ ഇത്? ഒരു പ്രധാനമന്ത്രി വരുന്ന ആ ചടങ്ങിൻ്റെ അവലോകന യോഗത്തിൽ ഈ ഭാര്യയും മകളെയും ഒക്കെ പിന്നെ കൊച്ചുമകനെയുമാണോ കെട്ടി എഴുന്നള്ളിക്കുന്നത്? അതിന് കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റിയ വേദികൾ ഇവർക്ക് ഒരുപാടുണ്ടല്ലോ. AKI സെൻറ്ററിലെങ്ങാനും ആ പയ്യൻ ഒരു ടോയ്സ് എങ്ങാനും വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇരുത്തരുതോ? അത് ഇതിലാണോ കൊണ്ടുവന്നിരുത്തുന്നത്? ഇതൊക്കെ അതീവ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി വന്ന് ഇറങ്ങുന്നിടമാണെന്ന് ആലോചിക്കണം. മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായിട്ടുള്ള, തിരുവനന്തപുരത്തുകാർക്ക് ഏറെ അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ വൈകിയാണ് ഒന്നാമത് വന്നത്. കാരണം ഈ തിരുവനന്തപുരത്തിന് സകല MP-മാർക്കും പുച്ഛമായിരുന്നു. ഒരു MP-മാരും തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ പാർട്ടികളിലും കരുണാകരൻ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, A ചാൾസ്, പന്ന്യൻ രവീന്ദ്രന്, ശിവകുമാർ, പിന്നെ അതും പോരാ ഏറ്റവും അവസാനം നീലലോഹിതദാസൻ നാടാർ, പിന്നീട് ഏറ്റവും അവസാനം വന്നിട്ടിപ്പോൾ 4 തവണയായിട്ട് ജയിച്ച് ഷോ മാത്രം കാണിച്ച് കിടക്കുന്ന ഡോക്ടർ ശശി തരൂർ എന്ന വിശ്വപൗരനായിട്ടുള്ള ഡൽഹി നായർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിക്കുക, ഇനിയിപ്പോൾ വരും തരൂരൊക്കെ കോട്ട് വിട്ട് കുപ്പായമൊക്കെ ഇട്ട് വരും. ഈ വിഴിഞ്ഞം പോർട്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ കെട്ടി എഴുന്നള്ളിച്ച് അവിടെ ഇരിക്കും. ഇത് തങ്ങളുടെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് വന്ന് അവിടെ ഇരിക്കും. തൻ്റെ കഴിവാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട്. ആരുടെയും കഴിവൊന്നുമല്ല. ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു നേട്ടമാണ്. കേരളത്തിന് എന്തെങ്കിലും ഗുണം ഇത്തരത്തിലുള്ള, തിരുവനന്തപുരത്തിന് എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്
മോദി സർക്കാരിൽ നിന്ന്. 2014 അധികാരത്തിൽ വരുമ്പോൾ അന്ന് മോദി സർക്കാർ പറഞ്ഞത് നിങ്ങൾ എയിംസിന് സ്ഥലം കാണിച്ചു തരൂ എന്ന്. അന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, 2011 സർക്കാർ. ഇത്രയും നാളായിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതിനുശേഷം ഭരണം LDFിലേക്ക് വന്നു, കാണിച്ചു കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്തിന് കിട്ടേണ്ടതാണിത്. അത് കഴിഞ്ഞതാ ഇപ്പോൾ LDF വന്നപ്പോഴത്തേക്ക് അത് കോഴിക്കോട് ഭാഗത്ത് അവരിങ്ങനെ ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. കിട്ടില്ല, തിരുവനന്തപുരത്തിന് എന്തായാലും കിട്ടില്ല. പിന്നെ വിഴിഞ്ഞത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്, ഒരു മദർ പോർട്ടാണ് അവിടെ. നിരവധി സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളത്. എത്ര കൊല്ലം ഇതിനെ വലിച്ചഴിച്ച് നീട്ടിക്കൊണ്ടുപോയെന്നറിയാം. ഇത് ചിലരുടെയൊക്കെ താല്പര്യമായിരുന്നു. മറ്റ് തമിഴ്നാടിൻ്റെ ചില താല്പര്യങ്ങളുണ്ട്, അതിനൊക്കെ വഴങ്ങിക്കൊടുത്ത് നിന്നു. അതുപോലെ തന്നെ കൊച്ചി പോർട്ടിന് ഇതിൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാമർ പോകുമെന്നും പറഞ്ഞ് ചിലരൊക്കെ അതിനകത്തൊക്കെ പഴയ പിന്നെ കെ ബാബു, മുൻ മന്ത്രി കെ ബാബു, ഇപ്പോഴത്തെ തൃപ്പൂണിത്തറ MLA ഒക്കെ അദ്ദേഹം ഒക്കെ കളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആര് കളിച്ചാലും തിരുവനന്തപുരത്തിന് എന്നും അവഗണന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പോർട്ട് തന്നെയായിട്ട് മാറും. കാരണം അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിന് ഉന്നമനം ഉണ്ടാകുന്ന തരത്തിലാണ് ഇവിടെ ഒരു വാണിജ്യം തന്നെ നടക്കുന്നത് ഈ ഒരു പോർട്ടിലൂടെ. കാരണം കേരള സംസ്ഥാനത്തിന് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് 2034 മുതൽ ഇത്ര പെർസെൻറ്റേജ് നമ്മുടെ കേരളത്തിന് വരെ അതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ അവരെക്കാളും അവിടുത്തേനേക്കാളും ഒരു പക്ഷേ വൻകിട ഒരു പോർട്ടായിട്ട് മാറുകയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഈ വിഴിഞ്ഞം പോർട്ട്. അല്ല, തിരുവനന്തപുരം മൊത്തത്തിലങ്ങ് മാറും. അതെ അതെ, ഒരു ഹൈ ക്ലാസ് നഗരമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്തിനെ ഇത്രയും വെച്ച് താമസിപ്പിച്ചതിലാണ് നമുക്കതിനകത്ത് വലിയൊരു അമർഷം എന്ന് പറയുന്നത്. കാരണം ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ വരുത്ത് പോക്കരുടെ ഒരു നഗരമാണ്, തലസ്ഥാന നഗരമല്ലേ. ഇതിവിടെ ജയിച്ചിട്ടുള്ള എത്ര പേരുണ്ട് തിരുവനന്തപുരംകാർ MP-മാർ? തരൂർ തിരുവനന്തപുരത്തുകാരനാണ്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ച് വിജയിച്ചു, പന്ന്യൻ തിരുവനന്തപുരത്തുകാരനാണോ? പിന്നെ കരുണാകരൻ ഇവിടെ നിന്ന് ജയിച്ചു, കരുണാകരൻ തിരുവനന്തപുരത്തുകാരനാണോ? PK വാസുദേവൻ ജയിച്ചു, PK വാസുദേവൻ ഇവിടുത്തുകാരനല്ല. പിന്നെ M.M. ഗോവിന്ദൻ ഇവിടുത്തുകാരനല്ല. പിന്നെ ആയിരുന്നത് ശിവകുമാർ ആയിരുന്നു, A. ചാൾസ് MP. A. ചാൾസ് ഒന്നും 2-3 തവണ ജയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലൊന്നും പോയാൽ ഒന്നും പറയത്തില്ല. അന്ന് അദ്ദേഹത്തെ പറ്റി കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നത് പാർലമെൻറ്റിൽ അദ്ദേഹം ചില കാര്യങ്ങൾക്ക് എഴുന്നേക്കും, മുണ്ട് മുറുക്കി കൊടുക്കാനായിരുന്നു എഴുന്നേക്കുന്നതെന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇന്നസെൻ്റ് ചാലക്കുടിയിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം പാർലമെൻറ്റിൽ എഴുന്നേക്കേണ്ട ആവശ്യമില്ല, മുണ്ട് മുറുക്കി കൊടുക്കാൻ. കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ പോയപ്പോൾ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയത്. ഇപ്പോൾ പോകുന്നവരെല്ലാം അങ്ങനെയാണ്, മുണ്ട് മുറുക്കി കൊടുക്കാനും എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശിവകുമാർ ഇരുന്ന സമയത്ത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ശശി തരൂർ ഇരിക്കുമ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ നാട് നീളെ കുറേ ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ തരൂരിൻ്റെ വക, തരൂർ നായരുടെ വക, നല്ല നായരല്ലേ എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നതിനകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിയാൽ പിണറായി വിജയനൊക്കെ വലിയ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ടങ്ങനെ അതാ കുടുംബത്തോടങ്ങ് വരികയാണ്. ഇത് കുടുംബത്തോടെ വന്ന് ഇതങ്ങ് ഏറ്റെടുത്ത് കഴിയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ പിണറായി കുടുംബത്തിൻ്റെ സ്വത്താണെന്ന് തോന്നും. ഇത് വിഴിഞ്ഞമൊന്നും കേരളമൊന്നും ഒരുത്തൻ്റെ തന്തയുടെ വകയൊന്നുമല്ല, ഇത് നമ്മുടെ മൊത്തത്തിലുള്ളതാണെന്നേ. അവിടെ പോയി പിള്ളേർ കളിക്കുന്നു, ഭാര്യയും കുട്ടികളും. എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവരാത്ത എന്താ? അമ്മായിയപ്പനെയും അമ്മായിയമ്മയും എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വരാത്ത എന്താ? മറ്റേ ഇദ്ദേഹത്തെ കണ്ടില്ലല്ലോ, മരുമകനെ റിയാസിനെയും ഒക്കെ കൊണ്ടുവന്ന് ഇരുത്താത്തത് കാണും, അവിടെ ഉണ്ടാകും. ഇതിപ്പോൾ കേരളം വന്ന് അങ്ങ് എഴുതി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു പയ്യന് കയറിയിരുന്ന് കളിക്കാനുള്ള ഇടമാണോ ഇത്?